ഒരു കാര്യങ്ങളും ഇങ്ങനെ അതേ രീതിയിൽ അവശേഷിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ഇടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ ആ ഇടത്തെ ഓർമ്മിച്ചെടുക്കുക, അതിൻ്റെ കുലീനതയെ ഓർമ്മിച്ചെടുക്കുക, തിരിച്ചു പിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. സ്നേഹത്തിനെതിരായി സംഭവിച്ച എല്ലാ അപരാധങ്ങളും വാസ്തവത്തിൽ ഈശ്വരനെതിരായ അപരാധമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ തന്നെ അഭിമുഖിച്ചേ പറ്റും. ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. പണ്ടൊരു എഴുത്തുകാരൻ, പോഞ്ഞിക്കൽ റാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പുതിയൊരു ഗ്രന്ഥം സാമാന്യം തിക്കുരു വോളിയോ, അത് കോട്ടയത്തുള്ള സാഹിത്യ പ്രവർത്തന സംഘം SPS എടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവിടേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ അത്ര കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഈ പുസ്തകക്കെട്ട, ഈ മാനുസ്ക്രിപ്റ്റ്, കൈയെഴുത്ത് പ്രതി വേമ്പനാട്ട് കായലിൽ കളഞ്ഞുപോയി. ഏതൊരാളും അതിനകത്ത് തകർന്നു പോകേണ്ടത്. ഈ മനുഷ്യൻ ഒരു തൊഴിലാളി പ്രവർത്തകനായിരുന്നു, ഒരു ട്രേഡ് യൂണിയനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഈ മനുഷ്യൻ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പോരാളിയാണ്. അയാൾ പിന്നെയും ഒരു 5-6 വർഷങ്ങൾ കൂടി എടുത്തിട്ട് ഈ പുസ്തകം തൻ്റെ ഓർമ്മയിൽ നിന്ന് പുതുക്കിയെടുക്കുക, പകർത്തിയെടുക്കുക. ആ പുസ്തകം സ്വർഗദൂതൻ എന്ന പേരിലാണ് അദ്ദേഹം ശീർഷകം കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വൈപ്പിലെ പാലമൊക്കെ സ്വപ്നം കാണുന്ന അതിനകത്തൊരു കഥാപാത്രം, ഒരു കുഞ്ഞിൻ്റെ സ്വപ്ന ഭാഗമായിട്ടൊക്കെ. ആ പുസ്തകത്തിൻ്റെ ഘടന ഒരു മനുഷ്യൻ, ഒരുപക്ഷെ ഈ വ്യക്തി പിന്നീട് പുതുക്കിയതാവണം. ഇങ്ങനെ 3 ഇടങ്ങളിലായിട്ട്, 3 സെഗ്മെൻ്റായിട്ടാണ് ആ ഒരു ഗ്രന്ഥം ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേൻ്റെ പേര് പർദീസ പർവം, 2 പ്രളയം, 3 പെട്ടകം. വളരെയേറെ ബൈബിൾ പരിജ്ഞാനമുള്ളൊരു മനുഷ്യൻ കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. വളരെയേറെ സ്കോളർലി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. സ്വന്തമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് നേരം കണ്ടെത്തിയ വ്യക്തിയാണ്. അപ്പം എൻ്റെ ഒരു അനുമാനം ഇതാണ്, ഇത് കൃത്യമായ ഒരു ബൈബിൾ സമ്മറി തന്നെയാണ്. ഒരിക്കൽ ഒരു പർദീസ ഉണ്ടായിരുന്നു. ആ പർദീസയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൈവിട്ട് പോവുകയാണ്. പ്രളയം, എല്ലാം നിങ്ങൾക്ക് നഷ്ടമാവുകയാണ്. ആ പ്രളയകാലത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് നഷ്ടമാകുന്ന അയാളെക്കുറിച്ചുള്ള ആത്മവിശ്വാസം, അയാളുടെ ആത്മാഭിമാനം, വലിയ ലജ്ജയുടെ കാലമാണ്, വലിയ ഗിൽട്ടിൻ്റെ കാലമാണ്. മൂന്നാമത്തത് പെട്ടകപർവം. ഒരു കാര്യങ്ങളും ഇങ്ങനെ അതേ രീതിയിൽ അവശേഷിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. ഒരു മഹിമയുടെ കാലം വരാനിരിക്കുന്നു. അതാണ് ഒടുവിലെത്തുന്നത് 3 പെട്ടകമെന്ന് പറയുന്നത്. ബൈബിൾ കഥയെ അങ്ങനെ തന്നെ നമ്മൾ ചുരുക്കുന്നത്. ആദിയിൽ ഒരു പർദീസ ഉണ്ടായിരുന്നു, പിന്നീട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്നു, പിന്നീട് അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വീണ്ടെടുപ്പ് യേശുവിൽ സംഭവിക്കുന്നുള്ളതാണ് ആ ബൈബിളിൻ്റെയും കൃത്യമായിട്ടുള്ള ഘടന. യേശുവിൻ്റെ വംശാവലി പോലും അത് നമുക്ക് പിടുത്തം കിട്ടും. യേശുവിൻ്റെ വംശാവലി 2 രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. മാത്യുവിൽ നമ്മളത് വായിക്കുമ്പോൾ അപ്പൻ്റെ ഭാഗത്തു നിന്നുള്ള, ജോസഫിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വംശാവലി നമ്മൾ വായിക്കുന്നത്. ലൂക്കിലാകുമ്പോൾ അമ്മയുടെ ഭാഗത്തു നിന്നാണ് ആ വംശാവലി വരുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പൊതുവായ ഒരു ഘടന എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14 തലമുറ, ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം തൊട്ട് യേശു വരെ 14 തലമുറ. അപ്പോൾ ആദ്യത്തേത് ഇങ്ങനെ ഒരു മഹിമയുടെ ഒരു കാലമുണ്ടായിരുന്നു, മഹത്വത്തിൻ്റെ കാലമുണ്ടായിരുന്നു, ഒരു കാലഘട്ടം. ആ കാലഘട്ടം വലിയ ഗ്ലോറിയുടെ ഒരു കാലഘട്ടമാണ്. പിന്നീട് കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴോട്ട് പോയി ഒരു ഡിസെൻഡിങ് പ്രോസസ് സംഭവിക്കുക. ദാവീദ് തൊട്ടെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞ സോളമൻ തൊട്ടെന്ന് വേണം കരുതേണ്ട കാര്യമുണ്ട്. കാരണം ഈ വളരെയേറെ ജ്ഞാനവും വളരെയേറെ പോയറ്റിക്കായിട്ടുമൊക്കെ ജീവിക്കുമ്പോൾ പോലും മനുഷ്യൻ്റെ അടിസ്ഥാനമായ ചില കാര്യങ്ങളോട് കൃത്യമായിട്ടുള്ളൊരു അടുപ്പം പുലർത്താതെ ഇയാൾ കടന്നുപോയെന്നൊക്കെയാണ് ഇയാളുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായൊരു പഠനം പറയുന്നത്. നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ വരുന്നൊരു നാട്ടുരാജാവിനെ കണക്കാണ്. വളരെയേറെ സംഗീതത്തിനും നൃത്തത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ട് ബന്ധമില്ലാത്ത പരശുതം മനുഷ്യരെക്കുറിച്ചുള്ള ആകൃതികളൊന്നും ആ ഭരണാധികാരികളെ തൊട്ടില്ലെന്നൊക്കെ പറയുന്നൊരു ആരോപണം നമ്മൾ നമ്മുടെ ഒരു ക്ലാസിക് കലയുടെ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ മിക്കവാറും എല്ലാ ദേശങ്ങളിലും അതിന് തുല്യമായ മനുഷ്യരോ പേരുകളോ ഉണ്ടാവും. അപ്പോൾ സോളമൻ്റെ ഒരു കാലഘട്ടം കാര്യങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ
താഴോട്ട് പോവുകയാണ്. അവിടെ നിന്ന് ഇത് വന്നിട്ട് ഇതെത്തുന്നത് കൃത്യമായ ബാബിലോൺ പ്രവാസം എന്ന് പറയുന്ന ഒരു എക്സൈൽ പീരീഡിലോട്ടാണ് വരുന്നത്, ഒരു പ്രവാസകാലത്തിലേക്കാണ് വരുന്നത്. പിന്നെ റെസ്റ്റോറേഷനാണ്, വീണ്ടെടുപ്പാണ്. ഇവിടുന്ന് കാര്യങ്ങൾ പതുക്കെ പതുക്കെ മെച്ചപ്പെടുന്നു. ഒടുവിൽ ഇങ്ങനെ മഹത്വത്തിൻ്റെ, പ്രകാശത്തിൻ്റെ, സ്നേഹത്തിൻ്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് പദമായി യേശുവിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ അവസാനിക്കുന്നുള്ളതാണ് അതിൻ്റെ ഘടന. അബ്രഹാം തൊട്ട് ദാവീദ് വരെ 14 തലമുറ, ദാവീദ് തൊട്ട് ബാബിലോൺ പ്രവാസം വരെ 14 തലമുറ, ബാബിലോൺ പ്രവാസം തൊട്ട് യേശു വരെ 14 തലമുറ. ഗ്ലോറി, ലോസ് ഗ്ലോറി, റെസ്യൂം, റിട്ടേൺ ഗ്ലോറി എന്നൊക്കെയാണ് നമ്മളിതിനെ കാണുന്നത്. ഇത് സമൂഹങ്ങളുടെ, ഗോത്രങ്ങളുടെ ചരിത്രം മാത്രമല്ല, വ്യക്തികളുടെ ചരിത്രം കൂടിയാണ്. എല്ലാ വ്യക്തികൾക്കും ഈ ഒരു 3 ഫേസിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ടുണ്ടാകും. എന്നൊരു കൃത്യമായൊരു ഇന്നസെൻസിൻ്റെയൊക്കെ ഒരു കാലഘട്ടം, ശുദ്ധിയുടെയൊക്കെ ഒരു കാലഘട്ടം, ആത്മവിശ്വാസത്തിൻ്റെ ഒരു കാലഘട്ടം. അവിടെ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ കൈവിട്ട് പോയി വലിയ ആത്മീയതയുടെയും വലിയ ദുഃഖത്തിൻ്റെയും വലിയ മെലങ്കോളിയുടെയും വലിയ തർക്കങ്ങളുടെയും ഒക്കെ വേറൊരു കാലഘട്ടം വരുന്നു, പ്രവാസ കാലഘട്ടം വരുന്നു. അവിടെ നിന്ന് ഒരു വീണ്ടെടുപ്പ് സാധ്യമാണെന്നാണ് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ പുസ്തകം നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതാണ് സുവിശേഷം. ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബൈബിള് വായിക്കുമ്പോൾ കൃത്യമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നൊരു ഭാഗം മനസ്സിലുണ്ടാവണം. തൻ്റെ ഏകജാതനെ അവൻ ഭൂമിക്ക് നൽകിയത് ഭൂമിയെ ശിക്ഷിക്കാനല്ല, ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും തരത്തിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ടെർമിനോളജിയോ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫിൽറ്ററോ നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ആ ഒരു യേശുബോധവുമായിട്ട് അഗാധമായിട്ട് ബന്ധപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല. വായിക്കേണ്ടത് മുഴുവൻ ഇങ്ങനെ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒക്കെ പ്രതലത്തിൽ നിന്നാണ്. അങ്ങനെ മുഴുവൻ വേദപുസ്തകം വായിക്കാനായിട്ട് പരിചയിക്കുമ്പോഴാണ് യേശു കാക്ഷിച്ച ഒരു വേദപുസ്തക ധ്യാനത്തിലേക്ക് നമ്മളെത്തുന്നത്. അർത്ഥത്തിൽ നമ്മൾ ഈ ആദിയിൽ മനുഷ്യൻ്റെ പാപമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വായന പോലും അങ്ങനെ വായിച്ചെടുക്കേണ്ട. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയ അയാളുടെ ഒരു വാക്ക് പാലിക്കുന്നില്ല, അത് വെറുതെ ഒരു ഡിസബിഡിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ള ചില നിയമങ്ങളുടെ മീതെ മനുഷ്യൻ നടത്തുന്ന സ്വന്തമായ ഫാൻറ്റസികളുടെ മീതെയും ഇൻസ്റ്റിഗേറ്റഡ് ആയിട്ട് ചുറ്റുമുള്ള തിന്മയുടെ ശക്തിയുമൊക്കെ തരുന്ന ഭാവനാലോകമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നടത്തുന്ന പാളിച്ചയുടെ കഥയാണ് ഈ ആദിപാപം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അത്രയും പോയറ്റിക്കായിട്ട് വായിക്കേണ്ട ഭാഗമാണ്. അതിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഏടായിട്ടൊന്നും ഒരാളും കരുതുന്നില്ല, പരിഗണിക്കുന്നില്ല. അതൊരു ദൈവനിവേശിതമായ ഒരു പുസ്തകം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതൊരു റിബലിയൻ എന്ന് പറഞ്ഞൊരു പാട്ടിനകത്താണ്, ഒരു സൈലൻറ്റ് റിബലിയനാണ്. ഒരു തരത്തിലും ദൈവമായിട്ട് ഈ മനുഷ്യർ നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല. പക്ഷെ ദൈവം കാക്ഷിക്കുന്നൊരു ഭൂമിയിൽ നിന്ന് നിശ്ചയമായിട്ടും അവർ പതുക്കെ പതുക്കെ ഇങ്ങനെ അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു ആദിപാപം എന്ന് പറയുന്നൊരു ഇതിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന ഈ മനുഷ്യൻ, ഇയാളും ഇയാളുടെ കൂട്ടുകാരിയും ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. യഹൂദൻ്റെ ഒരു കഥാസമാഹാരമുണ്ട്, അതിനകത്ത് വളരെ റിച്ചാണത്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കഥയെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ആദം എന്ന് പറയുന്നത് ഭയങ്കര ടോളായിട്ടുള്ള മനുഷ്യനാണ് പറയുന്നത്. ആൾക്കിങ്ങനെ ഓക്കിനേക്കാളും തേക്കിനേക്കാളും ഒക്കെ ഉയരം ഉണ്ടായിരുന്നു. എന്നാൽ തെറ്റ് ചെയ്ത ആ നിമിഷം തൊട്ട് ഇയാൾ ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ പതുക്കെ പതുക്കെ സ്വന്തം ആത്മനിന്ദയുടെയും ലജ്ജയുടെയും ഒക്കെ കരുവായി മാറി ഈ മനുഷ്യൻ ഇങ്ങനെ ചെറുതായി പോവുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കിടയിലൊരു ചൊല്ല് പോലും ഉണ്ട്, സിൻ ഷാൽ ഓൾവേസ് ഷ്രിങ്ക് യു, പാപം നിങ്ങളെ ചുരുക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചുരുങ്ങിപ്പോയൊരു മനുഷ്യൻ, അപമാനത്തിൽപ്പെട്ടൊരു മനുഷ്യൻ, ലജ്ജ അഭിമുഖീകരിക്കുന്നൊരു മനുഷ്യൻ, ഏതെങ്കിലുമൊക്കെ ഈ അളവിൽ ഏതെങ്കിലും ഒക്കെ മനുഷ്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവർ ഇതിനെ അഭിമുഖിച്ചേ പറ്റും. തങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത, തങ്ങൾ പെടാൻ പാടില്ലാത്ത ചില ഇടങ്ങളിൽ പെട്ടുപോയതിൻ്റെ ലജ്ജ എന്ന് പറയുന്നത് എവിടെങ്കിലും ആർക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നൊരു വിധിയാണ് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും അവരുടേതായ എഡിഷൻസ് ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചിലപ്പോൾ ഒരു കാഠിന്യം കുറവോ കൂടുതലാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ലജ്ജയുടെ മൂമെൻ്റ് ഉണ്ട്. ആ ലജ്ജയുടെ മൊമെൻറ്റിലേക്ക് പതുക്കെ ഇങ്ങനെ ഒരു പ്രകാശം വരികയാണ്. ഇങ്ങനെ ആദം, നീ എവിടെയാണ്? ഞാൻ വിചാരിക്കുന്നു അത് നേരത്തെ പറഞ്ഞ കണക്ക് ശിക്ഷയുടെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളത് വായിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ആ ദൈവസ്നേഹത്തിൻ്റെ പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് പറ്റത്തില്ല. അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടുള്ള ബാലയിലെ രാജാപ്പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആരെവിടെ എന്ന് പറയുന്ന ധ്വനിയിലല്ല സംഭാഷണം കേൾക്കേണ്ടത്. നമ്മൾ വായിച്ച
ചെറുപ്പത്തിലൊക്കെ വായിച്ചിട്ടുള്ള അമരചിത്രകളൊക്കെ വിട്ടുകളയേണ്ടതുണ്ട്. ഇത് ലോകത്തെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഡയലോഗ് ആരംഭിക്കാൻ പോവുകയാണ്. ആദം, നീ എവിടെ? ഒരു 4 തലത്തിലെങ്കിലും ഞാനതിനെ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, നീ നിൻ്റെ ഡിഗ്നിറ്റി മറന്നോ ഇല്ലെന്നുള്ള. നീ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത്? ചിലപ്പോൾ രാത്രി നിങ്ങളുടെ പഠിക്കുന്ന കുട്ടിയുടെ മുറിയിൽ ഇങ്ങനെ വെട്ടം കാണുന്നുണ്ട്. ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കുട്ടി നമ്മൾ കാണരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന, അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു സൈറ്റിലൂടെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലോകത്തെ ഏതൊരു അച്ഛനും അമ്മയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞ് നീ എവിടെയാണ്? അപ്പോൾ ഇതല്ല നിൻ്റെ ഒരു പൊസിഷൻ. യു ആർ നോട്ട് സപ്പോസ് ടു ബി ഹിയർ. അതിൽ തന്നെ വല്ലാത്തൊരു വീണ്ടും വിചാരം. വാസ്തവത്തിൽ നമ്മൾ നിൽക്കുന്ന പല ഇടങ്ങളും നമുക്ക് വേണ്ടിയുള്ള ഇടങ്ങളല്ല. ഒരു ചെറുപ്പക്കാരന് വഴിതെറ്റാൻ പോവുകയാണ്. അയാളിങ്ങനെ ഒരു നഗരത്തിലെ ലിഫ്റ്റിൽ ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കയറി നിൽക്കുകയാണ്. അയാളൊരു ബട്ടൺ ഞെക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ അടിച്ചു വരാൻ വരുന്നൊരു ചേച്ചി എല്ലാവരോടും ചോദിക്കുന്ന സൗഹൃദങ്ങളൊക്കെ അവരോടും ചോദിക്കുകയാണ്, കൊച്ചെ നീ എങ്ങോട്ടാണ് പോകുന്നത്? അത് വളരെ ലളിതമായൊരു വളരെ ഡയറക്റ്റായൊരു ചോദ്യമാണ്. പക്ഷെ അത് അവനുള്ളിൽ ഉണ്ടാക്കുന്ന ഒരു റെസൊണൻസ് ഉണ്ട്, അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രതിധ്വനികളുണ്ട്. എവിടേക്കാണ്? 101% തന്നെ അർപ്പിച്ച, തന്നെ ഏകാഗ്രമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ മറന്നിട്ട് തന്നെ എങ്ങോട്ടാണ് പോകുന്നത്? അവൻ വീണ്ടും അതിൽ ഞെക്കുന്നു. അപ്പോൾ പറഞ്ഞു, നിന്റെ ഇവിടെ ഇറങ്ങുന്നത് നേരത്തെ ഇതിലായിരുന്നില്ല. അല്ല, ഇവിടെ ഇറങ്ങിയാൽ മതി. അപ്പം ഇങ്ങനെ വല്ലാതെ വിചാരത്തിലേക്ക് നയിക്കുന്ന, വല്ലാതെ വീണ്ടെടുപ്പിന് നയിക്കുന്നൊരു വാക്കാണ് നീ എവിടെയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഡിഗ്നിറ്റിയെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ക്ഷണം കൂടിയാണ്. എവിടെയാണ് നിൽക്കുന്നതെന്ന് ഉള്ള ഡിഗ്നിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വാസ്തവത്തിൽ നീ നിൽക്കുന്ന പൊസിഷൻ നിനക്കറിയാവോ? എത്ര ഒരു ഹെവി ആയിട്ടുള്ള, എത്ര റിച്ച് ആയിട്ടുള്ള, എത്ര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്? ഞങ്ങൾക്കൊരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊല്ലം അസീസ് എന്ന് പറയുന്നത്, ഇപ്പോഴും ഉണ്ട്. അത് ഒരു കാലത്ത് ഇങ്ങനെ ഇവിടെ കൃത്യമായിട്ട് നാടകത്തിൻ്റെ വലിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള, വലിയ അളവിൽ ഇങ്ങനെ കാഴ്ചക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടക ട്രൂപ്പാണ് അത് കൊലോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വർഷത്തെ ഒരു നാടകം ഞാനൊക്കെ കൂടി ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ആ വർഷത്തെ നാടകം ഇങ്ങനെ യേശുവിൻ്റെ ഒരു ചിത്രമായിട്ട് ബന്ധപ്പെട്ട, വരച്ചു തീരാത്ത അല്ലെങ്കിൽ ഒരു ചിത്രം, ഒരു യേശുവിൻ്റെ ചിത്രത്തിന് വേണ്ടി ഒരു ചിത്രകാരനോട് ആവശ്യപ്പെടുകയും അയാളിങ്ങനെ രാജാവിനെ കബളിപ്പിക്കുന്നതായിട്ട് രാജാവിന് തോന്നുകയും ഒടുവിൽ ഒരു തുവാല മാത്രം കൊടുത്തയക്കുകയും ആ തുവാലയിൽ ഇങ്ങനെ യേശുവിൻ്റെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ആയിട്ടുള്ളൊരു ചിത്രം, ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ ഫോക്ലോറിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു നാടകമാണ്, കൗതുകരമായ നാടകമാണ്. പക്ഷെ അതിനകത്ത് 2 മിനിറ്റ് പോലും ഇല്ലാത്തൊരു അപ്പിയറൻസ് ഉള്ളൊരു ചെറുപ്പക്കാരുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ യേശുവിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ള ചെറുപ്പക്കാരുണ്ട്, മനോജ് എന്ന അയാളുടെ പേര്. ഈ ഒരു മനോജ് നാടകമുള്ള ദിവസം മുഴുവൻ ഇങ്ങനെ ഉപവസിച്ചും പള്ളിയിലും ഒക്കെ ഇരിക്കുക, 2 മിനിറ്റ് ഇങ്ങനെ യേശു ആകാൻ വേണ്ടി. അപ്പോൾ ഒരു നാടകത്തിൽ 2 മിനിറ്റ് മിന്നിമറയുന്ന യേശു ആകാൻ വേണ്ടി മാത്രം മനുഷ്യർ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവർ ചവിട്ടി നിൽക്കുന്ന ഇടം അത്രേ. അപ്പോൾ വലിയ യേശുബോധത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് ക്ഷണിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ ചോദ്യം പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഡിഗ്നിറ്റി മറന്നോ? ഇങ്ങനെ പുരോഹിതന്മാരെ കുറിച്ചൊക്കെ സെൻ്റ് അഗസ്റ്റിൻ വിളിക്കുന്നൊരു വാക്കുണ്ട്, ദി അതർ ക്രൈസ്റ്റ്, ഓൾട്ടർ ക്രിസ്തോസ് എന്ന്, അങ്ങനെ എന്തൊരു ടേമാണ് ഉപയോഗിക്കുന്നത്. വാസ്തവത്തിൽ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള, ഏതെങ്കിലും തരത്തിൽ സ്നേഹത്തിൻ്റെ ഒരു കെണിയിൽ പെട്ടുപോയിട്ടുള്ള, സ്നേഹത്തിൻ്റെ ഒരു അറയിൽ പെട്ടുപോയ, സ്നേഹത്തിൻ്റെ ഒരു വെളിച്ചത്തിന് മുമ്പിൽ ഇങ്ങനെ കണ്ണ് ഉറ്റു നിൽക്കാൻ പറ്റിയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള വാക്കാണ് യു ആർ അതർ ക്രൈസ്റ്റ്. ഇപ്പോൾ രണ്ടതാണ്, നിങ്ങളുടെ ഡിഗ്നിറ്റിയെ മറന്നോ? നിങ്ങൾ നിൽക്കുന്ന ആ ഇടത്തിൻ്റെ മഹിമയെ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞാൻ ഈ ഫൗസ്റ്റീന എന്ന് പറയുന്ന നമുക്കൊരു പുണ്യവരുണ്ട്, യേശുവിൻ്റെ ആ കരുണയുടെയൊക്കെ ഒരു പ്രതീകമൊക്കെ വരുന്നത് ഈ പറഞ്ഞ പുണ്യവതിക്ക് കിട്ടിയ ചില വിഷൻസ് നിന്നാണ്. ആ കരുണയുടെ യേശു എന്ന് പറയുന്ന ചിത്രമൊക്കെ മിക്കവാറും പേർക്ക് പരിചയമുള്ളതായിരിക്കും. ഇവരുടെ മഠം പോളണ്ടിൽ ഒരിടത്താണ്. അപ്പോൾ നമുക്ക് അടുപ്പമുള്ളൊരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു സ്നേഹത്തിൻ്റെയോ ഒരു ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഭാഗമായിട്ട് അവിടെ പോകാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോളിഷ് കന്യാസ്ത്രീയാണ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഓരോ ഇടങ്ങളിൽ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന പോലെ സന്തോഷപൂർവ്വം ചിരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. പക്ഷേ ഒരു പ്രത്യേക ഇടത്തിലെത്തുമ്പോഴേക്കും പെട്ടെന്ന് ഈ സ്ത്രീ അവരുടെ ഭാഷയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. പിന്നെ ഒന്ന് നേരെയായി കഴിയുമ്പോൾ അവർ പതുക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു.
നീ നിൽക്കുന്നിടം നിനക്കറിയാവോ? അത് തന്നെ അവർ ചോദിച്ചതിൻ്റെ അർത്ഥം. നീ എവിടെയാ, ഡു യു നോ വെർ യു ആർ സ്റ്റാൻഡിങ് ഓർ വെർ യു ആർ ട്രെഡിങ്? അത് വളരെ പ്രധാനപ്പെട്ടാണ്. എവിടെയാണ് നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഭവം. അത് വാസ്തവത്തിൽ ഇങ്ങനെ ഈ ഫൗസ്റ്റീനയ്ക്ക് ചില സ്വകാര്യമായ ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ യേശു അവൾക്ക് അപ്പിയർ ചെയ്യപ്പെട്ട് ആദ്യമായിട്ട് തൻ്റെ ദർശനം അനുവദിച്ചു കൊടുത്ത ആ ഒരിടമുണ്ട്. അവിടുത്തെ ഒരു മഠത്തിൻ്റെ പാളറുമായിട്ട് ചേർന്നൊരിടത്തിലാണ്. അപ്പോൾ ആ ഇടം ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇടത്തിലാണ് ഇപ്പോൾ നമ്മൾ കയറി നിൽക്കുന്നത്. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ഇടത്തിൻ്റെ മഹത്വം നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു കുട്ടി പിറക്കുന്നു, ഡോക്ടറോ നേഴ്സോ പുറത്ത് വന്നിട്ട് പറയുന്നു നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ ഒരു കുഞ്ഞുണ്ടായെന്ന് ചെവിയിൽ മന്ത്രിച്ച് പതുക്കെ ഉയർത്തി കാണിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു 10-30 വർഷം മുമ്പ് നിങ്ങൾ നിന്നിടത്താണ്, നിങ്ങളുടെ അച്ഛൻ നിന്നിടത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ അമ്മ കിടന്നിടത്താണ് നിങ്ങൾ കിടക്കുന്നത്. അറിയോ വെയർ ഓഫ് ദാറ്റ്? ഈ താനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പാരൻറ്റ്ഹുഡ് എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ലോകത്തെ ഏറ്റവും ഭംഗിയുള്ള ഇടങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ ആ ഇടത്തെ ഓർമ്മിച്ചെടുക്കുക, അതിൻ്റെ കുലീനതയെ ഓർമ്മിച്ചെടുക്കുക, തിരിച്ചു പിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. പഴയ നിയമത്തിൽ ഇങ്ങനെ ചെറിയ സാമുവൽ മദ്ബഹ കിടന്ന് ഉറങ്ങുന്ന കണക്ക. രാത്രി വിളി മുഴങ്ങുമ്പോൾ കുട്ടി പുറത്ത് ചെന്നിട്ടാണ് ചോദിക്കുന്നത്, നീ എന്നെ വിളിച്ചോ? വാസ്തവത്തിൽ കുട്ടി ഉറങ്ങുന്നത് ദേവാലയത്തിലാണെങ്കിൽ, വിരിയിട്ട മദ്ബഹയ്ക്കകത്താണെങ്കിൽ കുട്ടിയോട് സംസാരിക്കുന്ന ദൈവം തന്നെ ആയിരിക്കണം. എന്നിട്ടും കുട്ടി അത് മറന്നുപോയത് കണക്ക് പലരും അവരുടെ ജീവിതത്തിൻ്റെ ഡിഗ്നിറ്റി മറന്നു പോവുകയാണ്. അവർ നിൽക്കുന്ന ഇടത്ത് മറന്നു പോവുകയാണ്. ഇപ്പം രണ്ടതാണ്. മൂന്നാമതായിട്ട് കം ഔട്ട്. നിശ്ചയമായിട്ടും ഇങ്ങനെ പുറത്ത് വന്നേ പറ്റൂ. എത്ര കാലം നിങ്ങളുണ്ടാക്കിയ ആ ഒരു മറയിൽ നിൽക്കും? ഈ ഒളിച്ചേ പാത്തേ കളിക്കുന്ന കളി കണക്കാണ്. ലോകത്തെല്ലായിടത്തും പല രീതിയിൽ കളിക്കപ്പെടുന്ന ഒരൊറ്റ കളിയുള്ളതെന്നാണ് പറയുന്നത്. ഈ നമ്മുടെ ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ ഒളിച്ചിരിക്കുന്നു, പക്ഷെ നിശ്ചയമായിട്ട് നിങ്ങൾ കണ്ടെത്തും. നിങ്ങളെ കണ്ടെത്തിയാൽ ഈ കളി മുമ്പോട്ട് പോവുകയുള്ളൂ. ഫസ്റ്റിൽ ആ കണ്ടെത്തുന്നതിൻ്റെ ആനന്ദമാണ് ഈ കളിയുടെ ആനന്ദം. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എവിടെ നിങ്ങൾ ഒളിച്ചിരുന്നാലും ആരോ നിങ്ങളെ കണ്ടെത്തും. അയാൾ പറയുകയാണ് പുറത്ത് വരിക. ഇപ്പം അപമാനിക്കുന്ന ഈ കടന്നു പോകുന്ന അപമാനങ്ങളിൽ നിന്ന് പുറത്ത് വരിക. ഇപ്പം കടന്നു പോകുന്ന ലജ്ജയിൽ നിന്ന് പുറത്ത് വരിക. പറയുന്നത്, ആദം പറയുന്നത് ഞാൻ നഗ്നനായിരിക്കുന്ന പറയുന്നത്. ഈ നഗ്നത നേരത്തെ ഉണ്ടായിരുന്നു. ഈ നഗ്നത എന്ന് പറയുന്ന ഇപ്പോൾ അയാൾക്ക് തോന്നുന്ന ഈ ഒരു സംഭവം ഈ ഗിൽട്ടും ഷെയിമും കൂടി ചേർന്നിട്ടുണ്ടാക്കുന്ന പുതിയൊരു മിശ്രിതം. ആ മിശ്രിതത്തിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞ നഗ്ന എന്ന് പറയുന്നത്. ആ നഗ്നതയെ അഭിമുഖീകരിക്കാൻ ആവതുകൊണ്ട് അയാൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അത്തിയില കൊണ്ടൊക്കെ ഉടുപ്പ് തിന്നുന്നുണ്ട്. പക്ഷേ അത്തിയില ഒന്നിനും പരിഹാരമല്ല. അവനവൻ സൃഷ്ടിക്കുന്ന മറകൾ കൊണ്ട് അധികാലം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനാവില്ല. എല്ലാ അപരാധങ്ങളും ആത്യന്തികമായിട്ട് സ്നേഹത്തിനെതിരായ അപരാധമാണ്. സ്നേഹത്തിനെതിരായി സംഭവിച്ച എല്ലാ അപരാധങ്ങളും വാസ്തവത്തിൽ ഈശ്വരനെതിരായ അപരാധമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ തന്നെ അഭിമുഖിച്ചേ പറ്റൂ. കം ഔട്ട്. ആ ഒരു ഒളിച്ചേ പാത്തേ കളിയിൽ ഏറ്റവും ഭംഗിയായ ഒരു പോർഷൻ നടക്കുകയാണ്. നിങ്ങൾ പുറത്ത് വന്നേ പറ്റൂ. നീ നിൻ്റെ ഇടം സൃഷ്ടിച്ചെടുക്കേണ്ടത് കൂടുണ്ട്. എല്ലാവർക്കും ഒരിടമുണ്ട്. എല്ലാവർക്കും ഇടമുള്ള വിരിവാർന്ന ഭൂമി എന്നൊക്കെ പറഞ്ഞൊക്കെ അയ്യപ്പ പണിക്കരൊക്കെ ഒരു പഴയ കവിത ഓർമ്മ വരുന്നുണ്ട്. എല്ലാവർക്കും ഇടമുള്ള വിരിവാർന്ന ഭൂമി, കൃത്യമായ ഇടമുണ്ട്. നമ്മൾ പറയും നമ്മളെ കണക്ക് സാധാരണ മനുഷ്യർ, ശരാശരി മനുഷ്യർ, എങ്ങും എത്താത്ത മനുഷ്യർക്കൊക്കെ എന്തിടമുണ്ടെന്നാണ് പറയുന്നത്? എല്ലാവർക്കും ഇടമുള്ള ഭൂമിയാണ് ഇത്. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് നിങ്ങളെ കണക്ക് ഒരാൾ റിപ്പീറ്റ് ചെയ്യപ്പെടത്തില്ലെന്ന് പറയുന്ന ലളിതമായ വിചാരമാണ്. എന്നെ സൃഷ്ടിച്ചിട്ട് ദൈവം എന്നെ സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിച്ച മോൾഡ് ഉടച്ചു കളഞ്ഞു. എന്ത് കുറവുണ്ടെങ്കിലും, എന്തെൻ്റേതായ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും, എൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇല്ലായ്മയെന്നൊക്കെ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ പോലും ഞാൻ വളരെ സ്പെഷ്യലാണ്. ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ട് ദൈവം ഇങ്ങനെ അവർ സൃഷ്ടിക്കാനായിട്ട് ഉപയോഗിച്ച മോൾഡ് ഉടച്ചു കളയുക. ഇത്രയും വ്യതിരക്തകളോടുകൂടി, ഇത്രയും അനന്യതകളോടുകൂടി അവിടെ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചിട്ട് നിങ്ങളുടെ ഇടം മാർക്ക് ചെയ്യാതെ പോകുന്നത് കഷ്ടമല്ലേ? ഇപ്പോൾ വലിയ മുഴക്കമുള്ള ഒരു ശബ്ദം അന്തരീക്ഷത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. നീ എവിടെയാണ്? നിങ്ങളതിന് എന്തുത്തരം കൊടുക്കും? അവനവനെ തന്നെ കണ്ടെത്താനുള്ള, അവനവൻ്റെ മൂല്യം തിരിച്ചറിയാനുള്ള, അവനവൻ്റെ അപമാനത്തിൽ നിന്ന് പുറത്തു വരാനുള്ള, പിന്നീട് സ്വന്തമായിട്ട് ഇടം നിർണയിച്ച് മടങ്ങിപ്പോകാനായിട്ടുള്ള ആ വലിയ ക്ഷണമായിട്ട് ആ വാക്കിനെ ഒന്ന് ധ്യാനിച്ചാൽ എത്ര നല്ലതാണ്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.